പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പങ്കെടുത്ത NK പ്രേമചന്ദ്രൻ MPക്ക് ഡോക്ടർ ശശി തരൂരിൻ്റെ പിൻബലം. പ്രേമചന്ദ്രൻ്റെ നടപടിയിൽ തെറ്റില്ല, തന്നെ ക്ഷണിച്ചാലും പങ്കെടുക്കും. 10 കൊല്ലത്തിനിടയിൽ പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മര്യാദ കാണിക്കുന്നത്. കേരളത്തിലെ UDFിൽ തർക്കങ്ങളൊന്നുമില്ലെന്നും സീറ്റ് വിഭജനം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ തുടരുമെന്നും ഡോക്ടർ തരൂർ 24നോട്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം MPയുമായ ശശി തരൂർ ഇപ്പോൾ 24നൊപ്പം ചേരുകയാണ്. നമസ്കാരം. ഇപ്പോൾ സംസ്ഥാനവും രാജ്യവും ഒക്കെ ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ആദ്യം എത്തുക UDF ആകും എന്ന് പ്രഖ്യാപിച്ചതുമായിരുന്നു. പക്ഷേ ഈ സീറ്റ് വിഭജനത്തിൽ കുറച്ച് വൈകിപ്പോവുകയാണ്. അതേസമയം LDF ഈ സീറ്റ് വിഭജനം പൂർത്തിയാക്കി കോട്ടയത്തെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് ഉൾപ്പെടെ കടന്നിരിക്കുന്നു. അപ്പോൾ UDF പിന്നിലേക്കാകുമോ? UDFിൻ്റെ അകത്ത് വലിയ തർക്കമൊന്നുമില്ല കേരളത്തിൽ. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ തവണയും നമ്മൾ 16 മത്സരിച്ചു, ഘടകകക്ഷികൾ 4 മത്സരിച്ചു. അതുപോലെ തന്നെ ആയിരിക്കും ഈ തവണയും. ഞാൻ വലിയൊരു മാറ്റമോ വ്യത്യാസമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സീറ്റ് വിതരണം ചെയ്യാനോ CPM CPI ഇടയിലുള്ള തർക്കമൊന്നും ഞങ്ങളുടെ UDFിൻ്റെ അകത്ത് ഞാൻ കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ കൂടുതൽ താമസിക്കില്ല. എൻ്റെ അറിവിൽ തീരുമാനങ്ങൾ വേഗം എടുത്തിട്ട് ഈ മാസം തന്നെ ഒരു പക്ഷേ 15-ാം തീയതി ആയിരിക്കും ആദ്യത്തെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി മീറ്റിംഗ്. അതുമുതൽക്ക് തന്നെ പ്രഖ്യാപനങ്ങളൊക്കെ തുടങ്ങുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോഴും മുസ്ലിം ലീഗ് 3ാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണല്ലോ. എന്നാലും അത് വലിയൊരു തർക്കമൊന്നുമല്ല. സംസാരങ്ങൾ മര്യാദയോടെ നടക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ വിഷയത്തിൽ ഈ സമയത്തിൽ ഞങ്ങൾ കേരളത്തിൽ വലിയ ബുദ്ധിമുട്ടുകളും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ 400 സീറ്റിലധികം നേടി NDA സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നൊരു വലിയ ആത്മവിശ്വാസവും ഒപ്പം തന്നെ പ്രതിപക്ഷത്തൊരു പരിഹാസവും ഒക്കെയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. അല്ല, ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കാണ് കുറച്ച് പരിഹാസം പറയാൻ തോന്നുന്നത്. കാരണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, 2019 പ്രത്യേകിച്ച് പുൽവാമ ബാലക്കോട്ടൊക്കെ സംഭവിച്ച ശേഷം അവർ ഉത്തര ഭാരതത്തിൽ, വടക്കൻ ഭാരതത്തിൽ എത്ര വലിയ വമ്പിച്ച വിജയം കിട്ടിയെന്ന് നിങ്ങൾക്ക് മറക്കരുത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് താഴെ പോകാൻ സാധ്യതയുള്ളൂ. ഈ സംസ്ഥാനങ്ങളിൽ 8 സംസ്ഥാനങ്ങൾക്ക് അവർക്ക് ഒരു സീറ്റും കൂടി കൂടുതൽ ജയിക്കാൻ സാധ്യതയില്ല. ഓക്കെ, അവസാനം ഒരു ചോദ്യം കൂടി. ഇപ്പോൾ ഒരു വിവാദം ഇപ്പോൾ നടക്കുകയാണ്. NK പ്രേമചന്ദ്രൻ MP ഈ പ്രധാനമന്ത്രിയുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഭക്ഷണം കഴിച്ചു എന്നുള്ളത്. അതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു അത് താനായിരുന്നെങ്കിൽ നിരസിച്ചേനെ എന്ന്. അതേസമയം പ്രതിപക്ഷ നേതാവ് KP സതീശനൊക്കെ പ്രേമചന്ദ്രൻ MP ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തി. ഇതിൽ അങ്ങയുടെ നിലപാടെന്താ? ഞാനിതിൽ ഒരു തെറ്റും കാണുന്നില്ല. നമ്മൾ UDF MPമാരെ പല നിവേദനം എടുത്തിട്ടും പല വിഷയങ്ങളെടുത്തിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ ആഗ്രഹിച്ചിട്ടും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ മന്ത്രിമാരെ നമ്മൾ കാണും. അവർ നമ്മൾ രാഷ്ട്രീയ എതിരാളികളാണെങ്കിലും പാർലമെൻറ്റിനകത്ത് ഇരിക്കുമ്പോൾ അവർ നമ്മളുടെ സഹപ്രവർത്തകരെ പോലെ കാണാം. ഒരു പ്രധാനമന്ത്രിയിലൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം നമ്മൾ എല്ലാവരും പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം ഒരു ഭക്ഷണത്തിന് ഒരു MP ക്ഷണിച്ചാൽ ഒറ്റയ്ക്കും കൂടി ആയിരുന്നില്ലല്ലോ, ഒരു രഹസ്യമായിരുന്നില്ലല്ലോ. തുറന്ന ഒരു ക്യാൻറ്റീനിൽ 8 MPമാരോടൊപ്പം 4-5 പാർട്ടിയിലത്തെ MPമാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചത് അദ്ദേഹത്തിന് തോന്നിയല്ലോ എന്ന് എനിക്കൊരു നന്ദിയുണ്ട്. ഈ 10 വർഷക്കാലം അദ്ദേഹം അങ്ങനെ ഒരു മര്യാദ പ്രതിപക്ഷത്തിന് കാണിച്ചിട്ടില്ല. എന്തായാലും വളരെയധികം നന്ദി. ക്യാമറമാൻ റിജോയ്ക്കൊപ്പം സലീം മാലിക്, 24 തിരുവനന്തപുരം.